നമസ്കാരം പ്രിയപ്പെട്ടവർ, വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇതൊരു ക്ഷേത്ര ആചാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശൂലമാണ്, കൗളിൽ കുത്തിയിറക്കുന്ന ശൂലത്തിൻ്റെ ഒരു നിർമ്മാണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. മുരുകക്ഷേത്രങ്ങളിലെ തൈപ്പൂയ കാവടി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു ശൂലമാണ്. ഇതിന് വൺ സൈഡ് വേലാണ്, ഒരു സൈഡ് ശൂലം. ഹരിവര്ത്തിയാറിൻ്റെ വ്യത്യസ്തമായ ധാരാളം വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു ശൂലത്തിൻ്റെ നിർമ്മാണം. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് പുതിനും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ക്ഷേത്ര ആചാരമായിട്ടും ചേർന്നിരിക്കുന്ന ഒരു വേലിൻ്റെ നിർമ്മാണമാണ്. നമുക്കൊന്ന് കണ്ട് തിരിച്ചു വരാം. ഹരിവര്ത്തിയാറിൻ്റെ പല വർക്കുകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പുറംലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, വ്യത്യസ്തമായ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലേ എന്ന്. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് വ്യത്യസ്തമായൊരു വീഡിയോ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കാവടി ആട്ടവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് തൈപ്പൂയ പോലെയുള്ള കാവടി ആട്ട ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് നേർച്ച ഉള്ള ആൾക്കാർ കൗളിൽ നേർച്ചയോടുകൂടി വ്രതശുദ്ധിയോടുകൂടിയും ചെയ്യുന്ന ഒരു ശൂലത്തിൻ്റെ നിർമ്മാണമാണ്. കൗളിൽ കുത്തിയിറക്കി ആടുന്ന ഒരു ആചാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശൂലത്തിൻ്റെ നിർമ്മാണമാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് അദ്ദേഹം വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ക്ഷേത്ര ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല വർക്കുകളും, അതായത് ക്ഷേത്രവാള്, പള്ളിവാള്, ഇങ്ങനെയൊക്കെയുള്ള പല വാളുകളും ഇത്തരം കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആർക്കും അദ്ദേഹമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, ഈ വെട്ടിയാർ എവിടെയാണ് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാവേലിക്കര പന്തളം റൂട്ടിൽ സഞ്ചരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥലമാണ് വെട്ടിയാർ എന്ന സ്ഥലം. അതാരോട് ചോദിച്ചാലും അറിയാവുന്നതാണ്. പന്തളം വെട്ടിയാർ അല്ലെ മാവേലിക്കര വെട്ടിയാർ എന്ന് ചോദിച്ചാലും ആരും പറഞ്ഞു തരും. ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹം വൃത്തിയായിട്ടും ഉത്തരവാദിത്തോടുകൂടിയും ഈ ഇത്തരം വർക്കുകൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് അനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം A to Z വർക്കും അദ്ദേഹം തന്നെ ചെയ്യുന്ന വർക്കാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ മേയ്ക്കരുത്തും കൈക്കരുത്തും ഒക്കെയാണ് ആ വർക്കിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം ഹരിവെട്ടിയാർ എന്ന ശില്പിയുടെ വീട് വെട്ടിയാർ പള്ളിയിറക്കാവ് അമ്പലത്തിൻ്റെ അവിടുന്ന് പടിപ്പുരയിലേക്ക് പോകുന്ന ജംഗ്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ആർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശസ്തമായ ഒരാൾ തന്നെയാണ് ഹരിവെട്ടിയാർ. അപ്പം നമ്മുടെ മലപ്പുറം കത്തി പറയുന്ന പോലെ തന്നെ വെട്ടിയാറിൻ്റെ വിശേഷതകളും വളരെ വലുതാൻ തന്നെയാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന വെട്ടിയാർ കത്തി നിർമ്മിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. കണക്കനുസരിച്ച് ക്ഷേത്രവാളുകൾ, പള്ളിവാള് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നിർമ്മിച്ചിട്ടുള്ള വ്യത്യസ്തമായ ധാരാളം വർക്കുകൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വർക്കുകൾ ഇല്ലേ എന്ന് പലരും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഈ ഒരു വർക്ക് നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അപ്പം തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. തീർച്ചയായും എല്ലാ ആൾക്കാരുടെയും ഇത്രയും നാളത്തെ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. അപ്പം തുടർ വീഡിയോസും കാണുക, ഇതെല്ലാം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും, അതെല്ലാം ശ്രദ്ധിക്കുന്നതുമായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായും ഇതുവരെ നമ്മുടെ ഒപ്പം നിന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വെട്ടിയാർ നിർമ്മിതിയുടെ പല വർക്കുകളുടെ കൂട്ടത്തിൽ ഒരു വർക്കാണ് ഈ വ്യത്യസ്തമായ ഒരു വേല് അഥവാ ശൂലം. ഈ ശൂലം അപ്പോൾ ഇന്ന് സ്മാർട്ട് പെൻ സഫാരിയുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച വരുന്നതാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇത് മുരുകക്ഷേത്രങ്ങളിലെ തൈപ്പൂയ കാവടി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു ശൂലമാണ്. ഇതിന് വൺ സൈഡ് വേലാണ്, ഒരു സൈഡ് ശൂലം. കാരണം ശൂലം ഈ നമ്മളിങ്ങനെ ചെയ്തേക്കുന്ന ഈ സൈഡ് ശൂലമാക്കിയേക്കുന്ന ഈ സൈഡിലെ ശൂലം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അത് കാവടി ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കുന്ന ശൂലം തറയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ശൂലത്തിൻ്റെ മുനയാണ്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ശൂലം കുത്തി ഇറക്കിയതിന് ശേഷം ഈ സൈഡിലെ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡും, ഒരു സൈഡ് ശൂലം ഒരു സൈഡ് വേലുമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു വേലിൻ്റെ നിർമ്മാണമാണ് നമ്മളിന്ന് കണ്ടത്. ഈ ഒരു വേലിൻ്റെ നിർമ്മാണമാണ് വളരെ വ്യത്യസ്തമായൊരു വേലാണ്. സാധാരണ നമ്മൾ വൺ സൈഡാണ് കണ്ടേക്കുന്നത്. രണ്ട് സൈഡ് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതെങ്ങനെയാണ് നമ്മുടെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു വേലിൻ്റെ നിർമ്മാണമാണ് നമ്മൾ കണ്ടത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും വലിയ നമസ്കാരം. ഹായ്.